മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. മതി. വളരെ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കിളിവയിൽ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ സജീവ അംഗമായിരിക്കുന്ന പ്രിയ ഗായൽ സാറിൻ്റെ ഭവനാങ്കണത്തിൽ തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത പ്രത്യേക ദർശനപ്രകാരം, കാഴ്ചപ്പാട് പ്രകാരം ഇങ്ങനെ ഒരു ത്രിദിന സുവിശേഷ മഹായോഗം നടത്തുവാൻ താൻ ആഗ്രഹിക്കുകയും സഭയിൽ ഞങ്ങളോടൊക്കെ അത് പങ്കിടുവാനിടയായി. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെയും ഇന്നും നാളെയുമായിട്ടുണ്ട് സുവിശേഷ മഹായോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവിക സന്ദേശം നാം കേൾക്കുവാനിടയായി. വിശേഷാൽ കിളിവയിൽ ഷാരോൺ ഫെലോഷിപ്പ് സഭയ്ക്ക് വളരെ അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബി വർഗീസ് തൻ്റെ സഹധർമ്മിണി ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് അടിയനും നൽകി തരുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഇന്ന് രാത്രിയിൽ വളരെ മനോഹരമായ നിലയിൽ ഗാനങ്ങൾ ആലപിക്കുകയും ആത്മനിർവൃതിയിൽ നമ്മുടെ ആരാധനയിലേക്ക് നയിക്കുകയും ചെയ്ത നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ, വിശേഷാൽ ഈ മൈക്ക് വളരെ മനോഹരമായ നിലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, ഈ അങ്കണത്തിൽ ഇന്ന് രാത്രി കേൾവിക്കാരായി കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ മിത്രങ്ങൾ, വിശേഷാൽ ശബ്ദവീജിക്കുള്ളിൽ എന്നെ ശ്രവിക്കുന്ന ഈ ദേശത്തിലെ എല്ലാ നല്ലവരിൽ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്തതയുള്ളവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ മുറ്റത്തെ കൺവെൻഷൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ജോസഫ് ഡാനിയൽ വളരെ മനോഹരമായ നിലയിൽ കഴിഞ്ഞ രാത്രിയിൽ സുവിശേഷത്തെക്കുറിച്ച് ഈ ദേശത്തോട് സംസാരിക്കാനിടയായി. പ്രിയ സാറ് ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞ അന്ന് മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് ഈ ദേശത്തോട് സംസാരിക്കുവാൻ തന്ന ദൈവിക ചിന്തകൾ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു സുവിശേഷ മഹായോഗമാണ്. ഒരുപക്ഷെ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഈ യോഗത്തിന് തടിച്ചു കൂടിയിട്ടില്ല എങ്കിലും ഒരു മഹായോഗം എന്ന് ഞാൻ പറയുവാൻ കാരണം നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തു ഈ മീറ്റിംഗിലുണ്ട് എന്നുള്ളതാണ്. നാം എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിലും യേശുക്രിസ്തു ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ആഗതനായിട്ടില്ലെങ്കിൽ ഈ മീറ്റിംഗ് വെറും ശൂന്യമാണ്. എന്നാൽ ഈ മീറ്റിംഗിനെ കുറിച്ച് കർത്താവിന്റെ ദാസന്റെ ഉള്ളിൽ പ്രേരണ കൊടുത്ത സമയം മുതൽ തന്നെ ഞാൻ പേഴ്സണലി ഐ ഡു ബിലീവ് കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്റെ സന്ദേശം ഇതിന്റെ അകത്തിരിക്കുന്നവരോട് മാത്രമല്ല, ശബ്ദവീതിക്കുള്ളിൽ വെള്ളക്കുളങ്ങര ഈ ദേശത്ത് എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരോടും കൂടെ ആകയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്, അല്ല നിങ്ങളുടെ അങ്കണത്തിലായിരിക്കാം, എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് ഈ സുവിശേഷം ശ്രദ്ധിച്ചാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തനം നടത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് സകലയിടങ്ങളിലും വ്യാപരിക്കുന്നു എന്നുള്ളതാണ് നഗ്നമായ സത്യം. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സുവിശേഷത്തിന്റെ സനാതന സത്യത്തിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പന്തലിനുള്ളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ മസിലൊന്നും പിടിച്ചിരിക്കേണ്ട. എനിക്കറിയാം മഴയുടെ അല്പമല്ലാത്ത പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പിന്റെ അല്പം കാഠിന്യമൊക്കെ ചിലർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചൂടുണ്ട്. ഇങ്ങനെ രണ്ടും കെട്ട ഒരു പരുവത്തിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ശീതോഷ്ണാവസ്ഥയിൽ ഇരിക്കേണ്ട. ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടെ ദൈവപാദങ്ങളിൽ ഇരിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ വായിച്ച കുറിവാക്യം എങ്ങനെയാണ്?
യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതൊരു പരസ്യ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ മുഖവരകൾ പറഞ്ഞു വന്നുവെങ്കിലേ ദേശക്കാർക്കും കൂടെ ഇതെന്താണ് ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുക എന്റെ വാക്കുകൾ. വേദപുസ്തകം എന്ന് പറയുന്നത് 1600 വർഷങ്ങൾ കൊണ്ട് 40ഓളം ഗ്രന്ഥകാരന്മാരാൽ രചിക്കപ്പെട്ട മനോഹരമായൊരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ വേദപുസ്തകത്തിന് 66 പുസ്തകങ്ങളുണ്ട്. ഈ 66 പുസ്തകങ്ങളെ പല തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ മോശയുടെ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്ന 5 പുസ്തകങ്ങളുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്, കാവ്യഗ്രന്ഥങ്ങളുണ്ട്, പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്, സുവിശേഷ പുസ്തകങ്ങളുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, പ്രവചന ഗ്രന്ഥമുണ്ട്. ഇങ്ങനെയാണ് ഈ പുസ്തകത്തെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഈ പുസ്തകത്തെ രണ്ടായിട്ട് തിരിച്ചാണ് നാം കാണുന്നത്. ഒന്ന് പഴയ നിയമം, 2 പുതിയ നിയമം എന്ന്. അതിൽ ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം പുതിയ നിയമത്തിൽ നിന്നായതുകൊണ്ട് അതിൽ നിന്നുള്ള ചില സംഭവങ്ങൾ നിങ്ങളുമായി പറഞ്ഞ് മുൻപോട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 1600 വർഷങ്ങൾ കൊണ്ട് 40ഓളം ഗ്രന്ഥകാരന്മാരാൽ രചിക്കപ്പെട്ട ഈ മനോഹരമായ ഗ്രന്ഥം ഉലകത്തിൽ മറ്റ് വിശിഷ്ടമായ മതഗ്രന്ഥങ്ങളെക്കാൾ അമൂല്യമായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഒരു മതഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ്. അതിന് തർക്കമൊന്നും വേണ്ട. ഒരുപക്ഷെ ഇതിന്റെ ഡിലേ ഒന്ന് കുറച്ച് ഡിലേ സോര ഇതിന്റെ ഡിലേ കുറച്ച്. അതിന് തർക്കമൊന്നും വേണ്ട. കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ ഏത് ഗ്രന്ഥവും എടുത്തു നോക്കിക്കോളൂ, ആ ഗ്രന്ഥങ്ങളെക്കാളൊക്കെ ഉപരി വേദപുസ്തകത്തിന് അതിന്റെ നിസ്തുല്യത, അതിന്റെ അമൂല്യത വളരെ വളരെ ഏറെയാണ്. എന്തുകൊണ്ടാണ് വേദപുസ്തകം ഇത്രമാത്രം പ്രചരിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വേദപുസ്തകം ഇത്രമാത്രം പ്രബലപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്? ഒരിക്കൽ ആഫ്രിക്കയുടെ ഒരു കുഗ്രാമത്തിൽ ഒരു സുവിശേഷകൻ അവിടെ എത്തപ്പെട്ടു. ആ സുവിശേഷകനാൽ ആ ഗ്രാമത്തിലുള്ള നരഭോജികൾ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറി. അതിൽ ഏറ്റവും കൂടുതൽ നരഭോജിയായിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പ്രഭാതത്തിൽ താൻ തന്റെ മടിയിൽ ബൈബിൾ വെച്ചുകൊണ്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ അടുക്കിലേക്ക് മറ്റൊരു മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിച്ചു, ഹേ മനുഷ്യ, താൻ ഏത് പുസ്തകമാണ് ഈ വായിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ബൈബിൾ. എന്തുകൊണ്ടാണ് താൻ ബൈബിൾ വായിക്കുവാൻ കാരണം? അദ്ദേഹം മറ്റു മറുപടി ഒന്നും പറയാതെ ആ മനുഷ്യന്റെ കരത്തിൽ ബലമായി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു കിണറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ കിണറ്റിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ ആ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ തലയോട്ടികളും മസ്തിപഞ്ചരങ്ങളും അസ്ഥികൂടങ്ങളും ഒക്കെ നിറയപ്പെട്ട ഒരു കൂപം, ഒരു കിണർ. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഭക്ഷിച്ച മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥിപഞ്ചരങ്ങളുമാണ് ഈ കിടക്കുന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ച് ഈ മാർഗത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ പോലുള്ള ഒരുവൻ എന്റെ മുൻപിൽ വന്ന് നിൽക്കില്ലായിരുന്നു. ക്ഷണം കൊണ്ട് ഞാൻ നിന്നെ കഷണിച്ച് എന്റെ മാംസ ഭക്ഷണമാക്കുമായിരുന്നുവെന്ന് ആ മനുഷ്യൻ പറയുവാനിടയായി. പ്രിയരെ, ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രൂപാന്തരം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മദ്യങ്ങളോ ലഹരി മരുന്നുകളോ ഇവിടുത്തെ കഞ്ചാവോ ഇവിടുത്തെ MDMA ഒന്നും ആർക്കും രൂപാന്തരം വരുത്തിയിട്ടില്ല. ഇവിടുത്തെ മനുഷ്യ മനസ്സുകൾക്ക് രൂപാന്തരം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉച്ചസ്ഥലം പ്രസ്താവിക്കുന്ന സനാതന സത്യമായ സുവിശേഷത്തിന്റെ മാർഗമാണെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. അത് വിശ്വസിക്കുന്നവർ, ഇതിന്റെ അകത്തിരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ അല്ലേലും ഇത് പോരാ.
ആരും ഹല്ലേലൂയ വയ്യെന്നൊന്നും പറയണ്ട. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. സ്തുതിച്ച്. ഇവിടെ പുതിയ നിയമത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങളുണ്ട്. സുവിശേഷം ഒന്നേ ഉള്ളൂ, പക്ഷെ 4 സുവിശേഷ പുസ്തകങ്ങളുണ്ട്. ഈ 4 സുവിശേഷ പുസ്തകങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇത് 4 പുസ്തകങ്ങൾ യേശു ക്രിസ്തുവിന്റെ 4 വ്യത്യസ്തമായ മുഖങ്ങൾ അഥവാ ചതുർമുഖത്തെ കാണിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ രാജാവായി ഒരുവൻ ചിത്രീകരിക്കുന്നു, യേശു ക്രിസ്തുവിനെ ദാസനായി ഒരുവൻ ചിത്രീകരിക്കുന്നു, യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി ഒരുവൻ ചിത്രീകരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഒരുവൻ ചിത്രീകരിക്കുന്നു. അങ്ങനെ ചതുർമുഖങ്ങളാണ് ഈ 4 സുവിശേഷ പുസ്തകങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അതിൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് സുവിശേഷം? വാട്ട് ഈസ് ഗോസ്പൽ? 2, ആർക്ക് വേണ്ടിയിട്ടാണ് സുവിശേഷം? 3, എന്തിനു വേണ്ടിയിട്ടാണ് സുവിശേഷം? 4, സുവിശേഷത്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ. ഈ 4 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും രാത്രി 10-12 മണിയൊക്കെ ആകും. ഇരിക്കാൻ തയ്യാറാണല്ലോ? ആമേൻ. പക്ഷേ നമ്മുടെ മൈക്കിന്റെ പെർമിഷൻ അപ് ടു 9 o'clock ആണ്, 9 മണി വരെയുള്ളൂ. അതിനകത്ത് വെച്ച് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ നല്ല ശാന്തമായിരിക്കണം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ശംഖിനെ ഓർത്തു പോവുക. ശംഖ്, ഒരു കവിവര്യൻ ശംഖിനെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: വെള്ളത്തിലാണ് ജനനം, വനമാലിതൻ കൈക്കുള്ളത്തിൽ വാസമതി വെൺമകുസിനേവം ചൊല്ലാർന്ന ശംഖേ ഉള്ളം നിന്യം മകാ കുടിലമത്രേ. ഈ ശംഖിന്റെ ജനനം വെള്ളത്തിലാണ്. വെള്ളത്തിലാണ് ജനനം, വനമാലിതൻ കൈക്കുള്ളത്തിൽ വാസമതി വെൺമകുസിനേവം. കയ്യിലെടുത്ത് ഉമ്മ വെക്കുവാൻ തോന്നുന്ന അത്രമാത്രം സൗന്ദര്യമുള്ള ഒന്നാണ് ശംഖ്. പക്ഷേ ഇരിപ്പ് കണ്ടാൽ അകം മൊത്തം പൊള്ളയാണ്. അതുകൊണ്ട് പൊള്ളയായിട്ട് ആരും ഇരിക്കരുത്. ഇന്ന് രാത്രി നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്താണ് സുവിശേഷം? വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. വേഗത്തിൽ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്താ സുവിശേഷം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ രാത്രിയിൽ കർത്താവിന്റെ ദാസനിൽ കൂടെയും ഇതേ ഭാഗം നാം സവിസ്തരം കേട്ടതാണ്. എങ്കിലും ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നെ ആശയത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് സുവിശേഷം? വായിച്ചത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം യേശു ക്രിസ്തു ഇല്ല എങ്കിൽ സുവിശേഷത്തിന് യാതൊരു വിധമായ പ്രസക്തിയും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രിസ്തു എന്ന രക്ഷിതാവ്. ഞാൻ പിന്നീട് അതിന്റെ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ആര്? സുവിശേഷം. പിന്നീട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. 2, ആർക്ക് വേണ്ടിയിട്ടാണ് സുവിശേഷം? വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ. എളിയവരോട് സ്വർഗ്ഗാരോഹണം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അപ്പൊ എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുന്നതാണ്
സുവിശേഷം. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? എളിയവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു ചോദ്യം ചോദിക്കാം, എന്താ ഇവിടുത്തെ ഉന്നതന്മാർക്കും പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ഒക്കെ വേണ്ടേ? വേണം. സകല മനുഷ്യരും രക്ഷയ്ക്ക് നിദാനമായവരാണ്. അതിൻ്റെ അകത്ത് കുചേലനെന്നില്ല, കുബേരനെന്നില്ല, അതിൻ്റെ അകത്ത് സവർണനെന്നില്ല, അവർണനെന്നില്ല, അതിൻ്റെ അകത്ത് ചെറിയവനെന്നില്ല, വലിയവനെന്നില്ല, അതിൻ്റെ അകത്ത് പഠിപ്പുള്ളവനെന്നില്ല, വിദ്യാവിഹീനനെന്നില്ല. സകല മനുഷ്യർക്കും ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് വരെ ജീവിക്കുന്ന, അല്ല നാളെ ഇനി ജനിക്കുവാൻ പോകുന്ന സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം സകലർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞങ്ങളുടെ ദാനിയേൽ സാറിന്റെ അങ്കണത്തിൽ വെച്ച് നടത്തുന്നു എന്ന് പറഞ്ഞാലും ഈ ദേശനിവാസികളെ യേശു സ്നേഹിക്കുന്നത് കൊണ്ടാണ് കാലാവസ്ഥകളെ പോലും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന് ഞങ്ങൾ ഇവിടെ കണ്ടക്ഷോഭം ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹിത യേശു ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുകയാണ്. സുവിശേഷമാർക്ക എളിയവർക്കാ. അവിടെ താഴോട്ട് കുറെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് എല്ലാം ഞാൻ വായിപ്പിക്കുന്നില്ല, കാരണം സമയം ഇങ്ങനെ മുൻപോട്ട് പോകുന്നല്ലോ. അപ്പോ സുവിശേഷമാർക്കാണെന്ന് ചോദിച്ചാൽ എളിയവർക്കാണ്. മനസ്സിലായോ? എളിയവർക്ക്. ഇനി സുവിശേഷം എന്തിനാണ് എന്ന് ചോദിച്ചാൽ നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഇതാ പർവ്വതങ്ങളിൽ മേൽ സുവർദ്ധ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ യഹൂദേ. സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? സമാധാനമാണ്. സമാധാനമാണ്, സമാധാനം. അപ്പൊ സുവിശേഷം എന്താണ്? എന്താ ഈ സമാധാനം? ഞാൻ പല പ്രാവശ്യം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമാധാനം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? അറിയാമോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സമാധാനം? സോളവനെ അറിയാവോ? ഞാൻ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യം അറിയാവോ? ആശയം അറിയാവോ? ഇല്ല. സമാധാനം അന്ന് ഞാൻ പറഞ്ഞതാണ്. ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവി കൊണ്ട് കളഞ്ഞത് കൊണ്ട് സ്തോത്രം. കാരണം അല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്കിത് പറയേണ്ടി വന്നേ. സമാധാനം എന്ന് പറഞ്ഞാൽ യോജിപ്പ്. എന്താ? യോജിപ്പ്. ഇപ്പോ സുവിശേഷം യോജിച്ചിട്ടില്ലാത്തവരെ യോജിപ്പിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ നിഘണ്ടുവിൽ എടുത്ത് നോക്കിക്കോ. സമാധാനം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥമാണ് യോജിപ്പ് എന്ന് പറയുന്നത്. പല കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പില്ല, മക്കൾ തമ്മിൽ യോജിപ്പില്ല, പല ബന്ധങ്ങൾ തമ്മിൽ യോജിപ്പില്ല, രക്തബന്ധങ്ങൾ ഇടയിൽ യോജിപ്പില്ല. വിഘടിച്ചു വിഘടനവാദികളായി മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് രാത്രി കുടുംബങ്ങളെ യോജിപ്പിക്കുവാൻ, രക്തബന്ധങ്ങളെ യോജിപ്പിക്കുവാൻ, അകന്നു നിൽക്കുന്ന സകലരെയും യോജിപ്പിക്കുവാൻ കഴിയുന്ന ഒരു മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സമാധാന സുവിശേഷമാണ്. ഈ ശബ്ദവീതിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ, യോജിപ്പില്ലാതെ, അന്യോന്യം വിഘടിച്ചു നിൽക്കുകയാണെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി സുവിശേഷം നിന്നെ മാടി വിളിക്കുകയാണ്. നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരുവാൻ, തലമുറകൾക്കകത്ത് സമാധാനം തരുവാൻ കഴിവുള്ള നസ്രയനായ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ ഈ വെള്ളക്കുളങ്കരയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി ഇത് കേൾക്കുന്നുണ്ട്. ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി യേശു വിടുവിക്കുന്ന രാത്രിയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, സുവിശേഷത്തിന് ബന്ധനമില്ല. ഇന്ന് രാത്രി ബന്ധനമില്ലാത്ത സുവിശേഷത്തിന്റെ വിത്തുകൾ ഞങ്ങൾ ഇവിടെ പാരി വിതറുമ്പോൾ ബന്ധിക്കപ്പെട്ടവന്റെ ബന്ധനങ്ങളെ അറുത്തു മാറ്റി ഇന്ന് രാത്രി ദൈവിക സമാധാനത്തെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇനിയാണ് എന്റെ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നത്. സുവിശേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന
നേട്ടങ്ങൾ. എന്തൊക്കെയാണ് സുവിശേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ? ഒന്നൊന്നായിട്ട് നമുക്ക് വായിച്ച് വിടാം. ഈ വേദപുസ്തകം ഞങ്ങൾ ഇങ്ങനെ വായിപ്പിക്കുന്നത് ഈ ശബ്ദവീതിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്നവർക്ക് ഇത് ബൈബിളിൽ ഉണ്ട് എന്ന് മനസ്സിലാകാനും ഇതാണ് കാര്യമെന്ന് അവർക്ക് കൂടെ ഗ്രഹിക്കേണ്ടതിനാണ്. അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു പോകുവാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കാം. എന്താണ് സുവിശേഷങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ? വായിച്ചേ. അതിന്റെ 1-ാമത്തെ ഭാഗം, മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. നീ അവന് യേശു എന്ന് പേരിടണം. ശ്രദ്ധിച്ച് കേൾക്കണേ. അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് യേശു എന്ന്. നിങ്ങൾക്കറിയാമോ, രാമലിംഗം എന്ന് പറയുന്നൊരു ഡിക്ഷണറി ഉണ്ട്. എത്ര പേർക്കറിയാം രാമലിംഗം ഡിക്ഷണറി? കേട്ടിട്ടില്ലേ? അല്ലേ? അദ്ദേഹം ഒരു ഹൈന്ദവനാണ്, ക്രിസ്ത്യാനിയല്ല. അദ്ദേഹം നമ്മുടെ മലയാളത്തിൽ നിന്ന് സമ്മാനിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ടു മലയാളം വളരെ മനോഹരമായ ഡിക്ഷണറിയാണ്. ആ ഡിക്ഷണറിക്കകത്ത് ആ ഹൈന്ദവ സഹോദരൻ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനമുണ്ട്. സാൽവേഷൻ, രക്ഷ. സാൽവേഷന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർവചനം എങ്ങനെയാണ്? ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എന്റെ വാർത്തല്ല ഇത്, അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. സാൽവേഷൻ പ്ലസ് ജീസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. രക്ഷ എന്ന വാക്കിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം ഏതാ? യേശു ക്രിസ്തുവാണ്. മനസ്സിലായോ സ്നേഹിത? ഇന്ന് രാത്രിയിൽ ശബ്ദവേദിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് രക്ഷ തരുവാൻ, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രനായ യേശുവാണ്. അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട്. എന്താ പാപം? പാപം എന്ന് പറഞ്ഞാൽ അതിന് ഗ്രീക്കിൽ ഹമാറ്റിയ എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ഹമാറ്റിയ, ലക്ഷ്യം തെറ്റുക. എന്താ ലക്ഷ്യം തെറ്റുക? ഈ കാലഘട്ടത്തിൽ തലമുറകളെ നിങ്ങളൊന്ന് എടുത്തേ. അവരെ കൈ വളരട്ടെ, കാല് വളരട്ടെ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷേ ഇന്നത്തെ തലമുറ മാതാപിതാക്കളുടെ ലക്ഷ്യങ്ങളെ തെറ്റിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായ വഴികൾ തെരഞ്ഞെടുത്ത് അവരിങ്ങനെ സഞ്ചരിക്കുന്ന സഞ്ചാര പദങ്ങളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുക. തലമുറകൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? 32 വയസ്സുള്ള വിവാഹിതനായ ഒരു മനുഷ്യൻ കേവലം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ട്രെയിനിന്റെ മുൻപിൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത വിഷയം നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്ന് വേണ്ട, ഇങ്ങനെ ധാരാളം ലക്ഷ്യം തെറ്റുന്ന യാത്രികർ നമ്മുടെ മുൻപിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ വളരെ ആഗ്രഹത്തോടെ, വളരെ സന്തോഷത്തോടെ നമ്മുടെ തലമുറകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ തലമുറകളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് നമ്മുടെയൊക്കെ യത്നം. ഒരുപക്ഷെ പാടത്തും പറമ്പത്തും വെയിലത്തും മഴയത്തും ഒക്കെ പണി ചെയ്ത് ഈ തലമുറകൾ അറിയുന്നില്ല അവരെങ്ങനെയാ കഷ്ടപ്പെടുന്നതെന്ന്. അവര് ചോദിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് കൊണ്ടുവന്നു കൊടുത്ത് അവരെ ആറ്റുനോറ്റ് കാത്തിരുന്ന് വളർത്തിക്കൊണ്ടുവരുമ്പോ അവര് സ്വന്തം കാലിൽ നിൽക്കുവാൻ ത്രാണിയുള്ളവരായി മാറുമ്പോ അപ്പന്റെ ഉപദേശം എനിക്ക് വേണ്ട, അമ്മയുടെ ഉപദേശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സകലരെയും തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടെ സ്വന്തം വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരു തലമുറയെ നമുക്ക്
ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ പാടുപെടുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ പോകുവാൻ നേരം കഴിക്കുവാനൊന്നുമില്ല. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയും ഒക്കെ തിന്ന് വയറ് നിറച്ചൊരു കാലഘട്ടം. ഉടുതുണിക്ക് മറുതുണിയില്ല. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനാണോ? പിള്ളേർ ജനിച്ച് വീഴുമ്പോഴേ ബൂസ്റ്റ് കലക്കി ഇങ്ങനെ വായിലോട്ടം കൊടുക്കുക. കാരണം അവനിങ്ങനെ ബൂസ്റ്റ് അടിച്ചടിച്ച് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത പരുവത്തിൽ അവനും നടക്കാൻ വയ്യ. പിന്നെ സ്കൂളിലൊക്കെ വിടുന്ന പരുവം കാണണം. അമ്മ ഒരു കാലെ പിടിക്കുന്നു, അപ്പൻ വേറൊരു കാലെ പിടിക്കുന്നു അല്ലേ? ബായികെടുത്ത് തോളത്തോടിടുന്നത് അമ്മ വേറൊരു കൈ പിടിക്കുന്നു, അപ്പൻ ഇപ്പുറത്തെ കൈ പിടിക്കുന്നു എന്ന് വേണ്ട. പിന്നെ സ്കൂൾ വിട്ടു വരുന്നതിന് മുമ്പേ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾ. രാത്രി ശ്രദ്ധിക്കണം. ഇതൊന്നുമില്ലാതെ ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ചെരുപ്പിന്റെ ഒക്കെ ഓട്ട കാണാറുണ്ട്. ചെരുപ്പിങ്ങനെ ഇട്ടിട്ട് പിന്നീട് ലാസ്റ്റ് അത് ഞങ്ങൾ വെട്ടി ടയറുണ്ടാക്കി വണ്ടി ഉരുട്ടി കളിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങളാരും ഇതിന് ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ മാത്രമേ ഇതൊക്കെ സാറിനോടൊക്കെ ചോദിച്ചു നോക്ക്. വള്ളി തേഞ്ഞ് അല്ലേ ഓട്ട വീണ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്നൊരു കാലഘട്ടം. ഇന്നൊരു ഷൂ ഒന്ന് പൊട്ടിയാൽ വീട് മൊത്തം ബഹളം ഉണ്ടാക്കി ഇളക്കി മറിക്കുന്ന തലമുറകളാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. പക്ഷേ നിന്നെ ഇത്രത്തോളം സ്നേഹിച്ച് വളർത്താനുള്ള കാരണം എന്തെന്നറിയാമോ? നിന്നെ കുറിച്ചൊരു ലക്ഷ്യം നിന്റെ മാതാപിതാക്കൾക്കുണ്ട്. നിന്നെ കുറിച്ചൊരു ലക്ഷ്യം നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. ആ ലക്ഷ്യത്തിന്റെ സ്ഥാനത്ത് നിന്നെ അകറ്റി നിർത്തുന്ന ലോകത്തിന്റെ ശക്തികൾ, കഞ്ചാവാകട്ടെ, മയക്കുമരുന്നാകട്ടെ, എന്തുമാകട്ടെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതിന്റെ പിടിയിൽ അമർന്നു പോകരുത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ലക്ഷ്യത്തെ നിറവേറുവാൻ ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാതാവിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടതാണ് ഫേസ്ബുക്കിൽ. ആ മാതാവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ലോക്കപ്പിൽ കൊണ്ടുവന്നിടണം. ഇനി അവനെ വീട്ടിലേക്ക് അയക്കരുത്. കാരണം വീട്ടിൽ വന്നാൽ ഒരു സമാധാനവുമില്ല. ഞങ്ങളുടെ വീട് നരകമാണ്, ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ ഭയമാണ് എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് രാത്രി പറയട്ടെ, പക്ഷേ നമ്മളെ ഭരിക്കുന്ന പാപത്തിന്റെ ആസക്തിയിൽ നിന്ന് വിടിവിപ്പാൻ ഇവിടെ അവതരിച്ചിട്ടുള്ള ഒരു ദൈവങ്ങൾക്കും സാധ്യമല്ല. ശക്തമായി പറയുകയാണ്, ഇവിടെ അവതരിച്ചിട്ടുള്ള ഒരു മനുഷ്യ ദൈവങ്ങൾക്കും നമ്മുടെ പാപത്തിന് പരിഹാരം തരാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. മലകൾ ചവിട്ടിയാൽ പാപമോശം കിട്ടുമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. സാമ്പ്രാണി കത്തിച്ചാൽ പാപമോശം കിട്ടുമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. മെഴുകുതിരി കത്തിച്ചാൽ പാപമോശം കിട്ടുമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഉറച്ചു പറയട്ടെ, നിന്റെ പാപത്തിന് പരിഹാരം കാണുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? മലകൾ കയറണ്ട, നെടുമ്പാട് ഓടേണ്ട കാര്യമില്ല, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി നീ എവിടെയുമായിക്കൊള്ളട്ടെ, നിന്റെ പാപത്തിന് പരിഹാരമായി ഒരുവൻ ഈ താണ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് മറ്റൊരുമല്ല, അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രനായ യേശു ക്രിസ്തുവാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പാടി, അടിയുടെ മുൻപിൽ വെടിയുടെ മുൻപിൽ തകരുകയില്ല ഈ മാർഗം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരുമി സുവിശേഷം. അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരുമി സുവിശേഷം. കണ്ടോ, ഈ സനാതന സത്യത്തെ
അടിച്ചമർത്താൻ ആരെല്ലാം ശ്രമിച്ചാലും ഒരു കാര്യം ഞങ്ങൾ ഇന്ന് രാത്രി പറയാം, നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അത് നസറേനായ യേശു ക്രിസ്തുവാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിന്റെ മണിമകുടങ്ങളെ വെളിയിട്ട് നമ്മുടെ കർത്താവ് ഈ താണ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നു. 33.5 വയസ്സ് വരെ യേശു ഇവിടെ ജീവിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 30 വയസ്സ് വരെ അവൻ തന്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ ഇരുന്ന പറഞ്ഞോ സോളമ, എങ്ങനെയാ സുനിലെ? കീഴടങ്ങിയിരുന്ന. ഇതപ്പം പറയുമ്പോ അങ്ങോട്ട് പോകുന്നവനായിട്ടല്ല, പിന്നെ കീഴടങ്ങിയിരിക്കണം. അപ്പം പറയുന്നത് കേൾക്കണം. കേൾക്കുവോ? കേൾക്കണം. അപ്പോ കീഴടങ്ങിയിരുന്നു 30 വയസ്സ് വരെ. എന്നിട്ട് യേശു ക്രിസ്തു 3.5 വർഷമാണ് യേശു ക്രിസ്തു തന്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. യേശു ക്രിസ്തു പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് യഹൂദിയ, ശമരിയ, ഗലീലിയ ഇങ്ങനെയുള്ള നാടുകളൊക്കെ ചുറ്റി സഞ്ചരിച്ച് യേശു ക്രിസ്തു തന്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിൽ കുരുടർക്ക് കാഴ്ച കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി, കുഷ്ഠരോഗികൾക്ക് ശുദ്ധി വരുത്തി. അങ്ങനെ താൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കേവലം അത്ഭുതം പ്രവർത്തിക്കുക മാത്രമല്ല, സനാതന സുവിശേഷത്തിന്റെ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്നലെ രാത്രി നാം കേട്ടല്ലോ, കേവലം 3.5 വർഷം വരെ യേശു ക്രിസ്തു തന്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഭൂലോകത്തിന്റെ 5 വൻകരകളിലും സുവിശേഷത്തിന്റെ മാറ്റൊലിയെ സ്ഥാപിച്ചെടുക്കുവാൻ 3.5 വർഷത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനം മതിയായെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, വെള്ളക്കുളങ്ങര ദേശനിവാസികളെ, ഇന്ന് രാത്രി നീ എത്ര വികരിച്ചു നിന്നാലും നിന്നെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മാർഗമാണ് സുവിശേഷത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കൂ. അപ്പോ ഈ സുവിശേഷം യേശു ക്രിസ്തു പ്രസംഗിച്ചു. 3.5 വർഷം കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? 3.5 വർഷം കഴിഞ്ഞപ്പോ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ പിടിച്ചു. യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ പിടിച്ചിട്ട് അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അവന്റെ മുഖത്തെ രോമമെല്ലാം നാണയത്തുട്ടുകൾ കൊണ്ട് പറിച്ചെടുത്തു. അവന്റെ പുറമെല്ലാം മുഴവിലാല് പോലെ കീറി. 5 കോടതികളിൽ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു. ഈ 6 പ്രാവശ്യത്തെ വിസ്താരണത്തിലും യേശു ക്രിസ്തുവിന് ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കുറ്റവുമില്ലാത്തവനെ യഹൂദന്മാർ ക്രൂശിച്ചു. കള്ളന്മാരുടെ നടുവിൽ ഗോൽഗോത്തയുടെ നെറുകയിൽ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. അവർ വിചാരിച്ചത് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സകലതും അസ്തമിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് രാത്രി പറയാം, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് കൊണ്ട് സുവിശേഷത്തിന്റെ മാർഗം അസ്തമിച്ചില്ല. ഞങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിന്റെ ഏറ്റവും അവസാനം ഞങ്ങൾക്കൊരു മുദ്രാവാക്യം വിളിച്ചു തരുമായിരുന്നു. ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: കാൽവരി കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഇന്ന് രാത്രി പറയട്ടെ, ആ ദീപശിഖ ഇന്നും അണയാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു വന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാരെയും നശിപ്പിക്കുവാനല്ല, അത് സ്നേഹത്തിന്റെ മാർഗമാണ്. സഹോദരങ്ങളെ, ഞങ്ങളുടെ കയ്യിൽ വാളില്ല, ഞങ്ങളുടെ കയ്യിൽ കല്ലുകളില്ല, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല. നിങ്ങൾക്ക് ഞങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇന്ന് രാത്രി പറയാം, ഞങ്ങളുടെ ജീവനെ നിങ്ങൾ അപകരിച്ചു കളഞ്ഞാലും ക്രിസ്തുവിന്റെ വാനവിരവോളം ഇവിടെ പടർന്നു വന്നിരിക്കുന്ന ഒരു മാർഗമാണ് സുവിശേഷത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. അതിനെ തച്ചുടയ്ക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ലവേ അല്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടുകഥ ഉണ്ടാക്കി ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരെ അല്ല ഞങ്ങളെ ഒക്കെ ജയിലിലടയ്ക്കാം, പക്ഷേ സുവിശേഷം ഇവിടെ തകർന്നു പോകുന്നില്ല. കൽവറിയുടെ കുലക്കളത്തിൽ യേശുക്രിസ്തു പിടഞ്ഞു മരിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ അവൻ തറയ്ക്കപ്പെട്ടു. യേശുക്രിസ്തു തറയ്ക്കപ്പെട്ടു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: 11 ഇഞ്ച് നീളമുള്ള ആണിയാണ് യേശുവിന്റെ കാൽപാദത്തിൽ അടിച്ചത്. 9 ഇഞ്ച് നീളമുള്ള ആണിയാണ് യേശുവിന്റെ കരത്തിൽ അടിച്ചത്. തന്നെയുമല്ല, മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞിട്ട് യേശുവിന്റെ ശിരസിലേക്ക് അത് ആഞ്ഞടിക്കുവാനിടയായി. അതാഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ കണ്ണിൽ കൂടെ ആ മുള്ള് തുളച്ച് പുറത്തു വന്നെന്നാണ്. ഇന്ന് രാത്രി പുറമെല്ലാം ഉടവുചാല് പോലെ കീറപ്പെട്ട് കണ്ണുകൾ തുളയ്ക്കപ്പെട്ടവനായി, വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടവനായി, കൈകാലുകൾ ആണിയാൽ തറയ്ക്കപ്പെട്ടവനായി മരക്കുരിശിൽ തൂങ്ങിയതെന്തിനെന്നറിയാമോ? സ്നേഹിത, നിന്റെ പാപത്തിന് പരിഹാരം തരാൻ. ഇന്ന് രാത്രി അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ച ഏത് മഹാരഥന്മാരുണ്ട് ഈ ഉലകത്തിൽ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു മഹാരഥൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഉലകത്തിൽ മരിച്ചവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി കയറി വരാ, ഞങ്ങൾ നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഇല്ലവേ ഇല്ല. സരോജിനി നായിഡു ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അല്ലയോ മഹാത്മാവേ. മഹാത്മാഗാന്ധിയുടെ കല്ലറയെ നോക്കി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാത്മാവേ, ഞാൻ വിചാരിച്ചു അങ്ങ് മരിച്ചു അടക്കപ്പെട്ടു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ അങ്ങ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷേ ഇന്നും മഹാത്മാഗാന്ധിജിയുടെ കല്ലറ അടക്കപ്പെട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ ഡൽഹി പട്ടണത്തിൽ താമസിച്ച ഒരാളാണ്. ശാന്തിഘട്ട് എന്ന് പറയുന്ന, രാജ്ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അനേക പ്രിയപ്പെട്ടവരെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പ്രിയ മഹാത്മാഗാന്ധി എന്നിവരുടെ ശവകുടീരങ്ങൾ അവിടെ ഉണ്ട്. ഇവരുടെ ആരുടെ കല്ലറകൾ ഇന്നും തുറക്കപ്പെട്ടിട്ടില്ല. അവരുടെ എല്ലാം കല്ലറകളുടെ മുകളിൽ ഓരോ കല്ലുകൾ എടുത്തു വെച്ച് ഒരു ദീപസ്തംഭമായി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, പാലസ്തീന്റെ മണ്ണിൽ, ലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീന്റെ മണ്ണിൽ തുറക്കപ്പെട്ട ഒരു കല്ലറയുണ്ട്. അത് മറ്റാരുടെ കല്ലറയല്ല, അത് യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. യേശുക്രിസ്തു മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കരേറി പോകുവാനിടയായി. ആ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനായിട്ടാണ് മരിച്ചത്. രാത്രി ആ കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരകനായി മരിച്ചതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പാപിയാണെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ച ആ കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചാൽ നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് മുൻപോട്ട് വരട്ടെ. നമ്മളെ ഇവിടെ പലരും ഇരിപ്പുണ്ട്. വെളുത്തവരിരിപ്പുണ്ട്, കറുത്തവരിരിപ്പുണ്ട്, ചുവന്നവരിരിപ്പുണ്ട്, ചോക്ലേറ്റ് കളറുകാരിരിപ്പുണ്ട്, എന്ന് വേണ്ട പല കളറുകാർ. നമുക്കൊക്കെ പല ബ്ലഡ് ഗ്രൂപ്പ്സാണ്. എൻ്റെയൊക്കെ എ പോസിറ്റീവ്, പലരുടെ ബി പോസിറ്റീവ്, ചിലരുടെ എ ബി പോസിറ്റീവ്, ഓ നെഗറ്റീവ് എന്ന് വേണ്ട നെഗറ്റീവും പോസിറ്റീവും കണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇവിടെ ഇരിക്കുന്ന പ്രിയ ലീനയ്ക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വന്നപ്പോ ലീനയുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡിന്റെ ഗ്രൂപ്പ് തെരഞ്ഞ് എവിടെയെല്ലാം തന്റെ പ്രിയപ്പെട്ട ബാബു ഓടിയെന്നറിയാമോ? ആരെയൊക്കെ ഫോണിൽ വിളിച്ചെന്നറിയാമോ? ഞാനും സാറും ഒക്കെ ഉൾപ്പെടെ പലരെ വിളിച്ചു. എന്തിനാ? ആ രക്തം കൊടുത്തെങ്കിലേ ലീനയുടെ ശരീരത്തിലുള്ള ആ ബ്ലഡുമായി മാച്ച് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ബി പോസിറ്റീവുകാരിക്ക് എ പോസിറ്റീവ് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ബ്ലഡുകൾ, രക്തങ്ങൾ തമ്മിൽ മാച്ച് ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയാം, ഉലകത്തിൽ പിറന്ന സകല മനുഷ്യർക്കും മാച്ച് ചെയ്യുന്ന ഒരു രക്തം ഉലകത്തിലുണ്ട് എങ്കിൽ
അത് നസറേയനായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൻ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നാണ്. ഓ, നിങ്ങളുടെ അല്ലേലേ കേട്ടിട്ട് ഒരു സുഖവും തോന്നുന്നില്ല. ഒരു അല്ലേലേ പറഞ്ഞാട്ടെ, ശക്തിയോടെ. അപ്പോ നമ്മുടെ ബ്ലഡുകൾക്ക് മാച്ച് ചെയ്യുന്ന ഒരേ ഒരു ബ്ലഡ് ഉള്ളൂ. അത് ആരുടെയാണ്? അത് കുറ്റമില്ലാത്ത രക്തമാണ് കേട്ടോ. പാപഭംഗിതമായ രക്തമാണ്. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ അടുക്കലേക്ക് നിനക്ക് ഓടി വരാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര വലുതായിക്കൊള്ളട്ടെ, ആ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഒരു രക്തത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. പറഞ്ഞുവിടാം. അപ്പോ സുവിശേഷങ്ങൾ കൊണ്ടുള്ള നേട്ടം ഒന്ന്, പാപത്തിന് പരിഹാരം ഏതിലേ ഉള്ളൂ? സുവിശേഷത്തിലേ ഉള്ളൂ. ശബരിമലയ്ക്കകത്ത് ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, തത്വമസി. എന്നാ അതിന്റെ അർത്ഥം? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചപ്പോ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ അകത്തുനിന്നുള്ള കാര്യം പറയാം. ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പാടുപെട്ട് നാം കഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ? ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് വിളിച്ചേ നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തിലേക്ക് വരുവാൻ ദൈവം താല്പര്യത്തോടെ കാത്തിരിക്കുക. സഹോദര, നിന്റെ മദ്യപാനത്തിൽ നിന്നും, നിന്റെ വെറിക്കൂത്തുകളിൽ നിന്നും, നിന്റെ ചീട്ടുകളിൽ നിന്നും, നിന്റെ കഞ്ചാവ് വഴിയിൽ നിന്നും നിന്നെ വിടുവിച്ച് ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാർഗമാണ് സുവിശേഷ മാർഗം. ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും 3 മക്കളും രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അവര് സുഖമായി ഇങ്ങനെ കിടന്നുറങ്ങി നേരം പ്രഭാതമായപ്പോ അപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്നാ സ്വപ്നം? അപ്പോ ഭർത്താവ് പറഞ്ഞു, ഞാന് ഒരു തടിച്ച പട്ടിയെ കണ്ടു. ശ്വാനൻ, ഒരു തടിയുള്ള പട്ടി. ആഹാ, തീർന്നില്ല, പിന്നെയും കണ്ടു ഒരു 4 മെലിഞ്ഞ പട്ടികൾ. അപ്പോ ഇവരുടെ മൂത്ത മകൻ നല്ല ബ്രില്യൻ്റ് ആയി. അവൻ പറഞ്ഞു, ആ അപ്പം കണ്ട തടിച്ച പട്ടിയുണ്ടല്ലോ, അത് കള്ളുഷാപ്പുകാരനാണ്. അപ്പം കണ്ട മെലിഞ്ഞ പട്ടികളുണ്ടല്ലോ, അത് നമ്മളാ. അപ്പൊ അപ്പൻ ചോദിച്ചു, അതെന്നാടാ? പകലന്തിയോളം പണിയെടുത്തിട്ട് കൈ കിട്ടുന്ന കാശ് മുഴുവൻ എവിടെ കൊണ്ട് കൊടുക്കുക? നിങ്ങൾ ഇവിടെ അല്ലേ? ബാർബർ ഷോപ്പിലോ? കള്ള് ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത് കണ്ട കടയിൽ കയറി 2 ബോണ്ടയൊക്കെ വാങ്ങിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ ആടി വരുമ്പോ ഒരു ബോണ്ട വേറൊരുത്തന്റെ വീട്ടിലും, ഒരു ബോണ്ട ഇപ്പുറത്തുകാരന്റെ വീട്ടിലും ഇയാൾ പേപ്പർ പോലെ ഇയാൾ കൊണ്ട് കൊടുക്കുന്നത്. ഇങ്ങനെയായി മക്കൾ ആരായി മാറി? സ്ഥൂലിച്ചവരായി മാറി. നമ്മുടെ ട്രാൻസ്ഫർ ഫോമിലൊക്കെ ഇരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഡേഞ്ചർ, അതുപോലെയായി മക്കളും അപ്പനും തള്ളയൊക്കെ. ഞാൻ കഴിഞ്ഞൊരു പരസ്യയോഗത്തിന് പ്രസംഗിച്ചവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മുഴുക്കുടിയനാണോ നിനക്ക് 2 ഗുണമുണ്ട്. കേട്ടോണം, 2 ഗുണം. വെള്ളം അടിച്ചാൽ 2 ഗുണമുണ്ട്. എന്താ ഈ 2 ഗുണം? ഒന്ന്, നിന്റെ വീട്ടിൽ കള്ളം കയറില്ല. വെള്ളം അടിച്ചാൽ വീട്ടിൽ ആര് കയറില്ല? കള്ളം കയറില്ല. ആഹാ, അത് കൊള്ളാലോ. 2, അച്ഛാ, നിന്റെ മുടി നരയ്ക്കത്തില്ല. മുടി എന്ത് ചെയ്തില്ല? കള്ളു കുടിച്ചാൽ 2 ഗുണം. വെള്ളക്കുളങ്ങനെ കേട്ടോണം, 2 ഗുണം. ഇന്ന് രാത്രി അത് പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. 2 ഗുണം, അതുകൊണ്ട് വാങ്ങിച്ചടിച്ചോണം. അപ്പോ 1, കള്ളം കയറില്ല. 2, പറഞ്ഞോ മൈക്കുകാരാ, മൂടി നടക്കത്തില്ല. ഈ 2 ഗുണം അതെന്നെ അങ്ങനെ പറയാൻ കാരണം പറയാം. വെള്ളം അടിച്ചടിച്ച് ഇവന്റെ കൈ ഒരു കസാര പോലും വാങ്ങിച്ചിടാൻ പൈസ ഇല്ല.
പിന്നെ ഈ കള്ളം കയറിയിട്ട് അവൻ എന്നാ കിട്ടാനാ? എടാ, വീട്ടിലൊരു കള്ളം കയറണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വേണ്ടേ? ഇത് കിടക്കാൻ കിടപ്പായില്ല. കാരണം സകല പൈസ ആരാ കൊണ്ടുപോകുന്നത്? ഇനി മുടി നരക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ അടിച്ച് കരളും പോയി, കുടലും പോയി, പാണ്ഡവും പോയി, സകലതും പോയി. മുടി നരയ്ക്കുന്നതിന് മുൻപേ നമുക്ക് വേണ്ടി സമയാമ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. നിനക്ക് പേടിയായോ? എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിയിടുന്നു. ഉണ്ടോ? അപ്പം മുടിയൊക്കെ നരയ്ക്കുന്നതിന് മുൻപേ നമ്മളെ ആര് കൊണ്ടുപോകും? രാത്രി എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട്? എന്റെ കരമൊന്ന് ഉയർത്തിയാട്ടെ. മുടിയൊക്കെ നരയ്ക്കുന്നതിന് മുൻപേ ഒന്ന് പോകാൻ താല്പര്യമുള്ളവർ ആരുമില്ല. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ആ മാർഗത്തിൽ നിന്ന് നിന്നെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നൊരു മാർഗത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുത്. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തെ കൊണ്ട് നിറയ്ക്കാൻ, നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന് നല്ല മാറ്റം വരുത്താൻ, നിന്റെ തലമുറയ്ക്ക് നല്ല ഭാവി വരുത്തുവാൻ, ഇന്ന് രാത്രി നിന്റെ ആത്മഹത്യ പ്രവണതയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ഇന്ന് രാത്രി കഴിയുന്ന ഒരു മാർഗം, അത് സുവിശേഷത്തിന്റെ മാർഗമാണ്. അതിന്ന് രാത്രി ആരൊക്കെ വിശ്വസിക്കുന്നു? അല്പനിമിഷം ഒന്ന് കരങ്ങളെ തട്ടി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ആ സുവിശേഷത്തിന്റെ മാർഗം ഇന്ന് രാത്രി ദേശത്തിന്റെ മേൽ ഒരു രൂപാന്തരം വരുത്തട്ടെ. ആ സുവിശേഷത്തിന്റെ മാർഗം ചിലരെ ഇന്ന് രാത്രി വിടുവിക്കട്ടെ, ചിലരെ ആത്മഹത്യ വിടുവിക്കട്ടെ. അവരുടെ പാപങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2, എന്താണ് അതിന്റെ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം എന്ന് വായിച്ച് 4 പോയിന്റ് അതായത് പറയണമെങ്കിൽ 2 പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. രണ്ടാമത് സുവിശേഷം കൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടം, ഒന്ന്, പാപങ്ങൾ മായ്ക്കപ്പെടുകയാണെങ്കിൽ രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഒരു നിത്യജീവനാണ്. ഏതാ? നിത്യജീവൻ. അതുകൊണ്ട് പത്രോസ് ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, നിത്യജീവ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ട്. എന്താ നിത്യജീവൻ? വാട്ട് ഈസ് എറ്റേണൽ ലൈഫ്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഭൂമിയിൽ നമുക്ക് വസിക്കാൻ 70 80 വർഷമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഡൽഹിയിൽ നിന്നൊരു അച്ഛൻ ഞാൻ കൂടെ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അച്ഛൻ്റെ ഒരു കസിൻ അമ്മച്ചിക്ക് 108 വയസ്സ്. അവർ കഴിഞ്ഞ ദിവസം മരിച്ചു. അങ്ങനെ ഒരു 108 109 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. എൻ്റെ ഒരു വല്യപ്പച്ചൻ, അപ്പച്ചൻ 110 വയസ്സ് വരെ ജീവിച്ചു. 110 വയസ്സ് വരെ. അപ്പോൾ ഇന്നത്തെ ആയുസ്സൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടുത്തെ വാസത്തെ അല്ല നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നില്ലേ, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞ ദീർഘായുസ് തുടങ്ങുന്നത് ഈ 70 വയസ്സിനെ കുറിച്ചല്ല. ദീർഘായുസ് എന്ന് പറയുന്നത് അത് വളരെ ക്ഷണികമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊരു കവിവരൻ പാടിയത്, നരകതി നിനച്ചാൽ രാവതിൻ പുറമേൽ മുളച്ചുഷസിൽ കരിഞ്ഞ പുല്ലുപോലെ നരൻ പൂവാണ് അവന്റെ നിറം കറുത്തിടും, അവന്റെ ജഡം കൊഴിഞ്ഞിടും എന്നാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 70 80 ഏറെയായാൽ ആ വയസ്സ് അത് നിത്യമായ ഒരു വയസ്സല്ല, അത് ദീർഘായുസല്ല. ദീർഘായുസ് ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ്. ആഫ്റ്റർ ദ ഡെത്ത്, നമ്മുടെ മരണത്തിന് ശേഷമാണ് എന്താരംഭിക്കുന്നത്? അവിടെ 2 കാര്യങ്ങളാണ് തുടങ്ങുന്നത്. നിത്യജീവൻ 2 നിലയിലാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, നിത്യമായ നരകം.
രണ്ട് നിത്യമായ സ്വർഗം. ശ്രദ്ധിച്ച് കേൾക്കണേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒന്ന് നിത്യമായ സ്വർഗമുണ്ട്, രണ്ട് നിത്യമായ നരകമുണ്ട്. ഒരിക്കൽ ഒരു വല്യപ്പച്ചൻ ഇങ്ങനെ റോഡ് വഴി കടന്നു പോകുമ്പോൾ കുരുത്തം കെട്ട ഒരു ചെറുക്കൻ വല്യപ്പച്ചനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നരകത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? അവൻ എങ്ങോട്ട് പോകണം? പറയടാ, എങ്ങോട്ട് പോകണം? നരകത്തിലേക്ക് പോകാൻ. അപ്പോ വല്യപ്പച്ചൻ പറഞ്ഞു, മോനെ നീ ഇപ്പം പോകുന്ന വഴിയിൽ കൂടെ അങ്ങ് പോയാൽ എവിടെ ചെല്ലാം? നരകത്തിൽ ചെല്ലാം. നരകത്തിൽ പോകാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? ഇല്ല. നരകത്തിൽ എന്താണുള്ളത്? വേദപുസ്തകം പഠിപ്പിക്കുന്നത് നരകത്തിൽ പല്ലുകടിയുണ്ട്, കരച്ചിലുണ്ട്. പിന്നെ നരകത്തിലേക്ക് ചെന്നാൽ എന്താണ് നമുക്കുള്ള ഗുണം? അതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. ഒരുവൻ ഇവിടെ നിന്ന് നരകത്തിലേക്ക് പോയി വീടി വലിക്കുന്നവൻ, കഞ്ചാവ് അടിക്കുന്നവൻ, പെണ്ണു പിടിക്കുന്നവൻ, ബിംബത്തെ ആരാധിക്കുന്നവൻ എന്ന് വേണ്ട, ഇങ്ങനെയുള്ള ഒരുവൻ നരകത്തിലേക്ക് വീണാൽ ചെന്നാലുള്ള അനുഭവം എന്നാ? വായിച്ചേ യെശയ്യാവിന്റെ പുസ്തകം. നേരത്തെ പോലെ യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വേഗത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ. നിന്റെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ താഴെ പാതാളം. നിർത്തണേ സോളമനെ, നിർത്തി വായിക്കണം, സമയമുണ്ട്. ഒരു പാപിയായ മനുഷ്യൻ യേശു ക്രിസ്തുവില്ലാതെ ജീവിച്ചാൽ അവൻ നരകത്തിലേക്ക് ചെന്നാൽ ഉള്ള അവന്റെ ഗുണം എന്തെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ വരവിങ്കൽ വായിച്ചോ, നിന്റെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുകയാണ്. അപ്പൊ നീ അങ്ങോട്ട് ചെല്ലുമ്പോ എവിടാ? നരകത്തിലോട്ട്, വെള്ളക്കുളങ്ങളിലോട്ടല്ല, നരകത്തിലോട്ട് ചെല്ലുമ്പോ നിന്റെ നിമിത്തം ഈ പാതാളം ഇങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇളകിയിരിക്കുക. എന്നിട്ട് അവര് പൂവാല പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ പാപിയായ മനുഷ്യ, നീ നരകത്തിലേക്ക് ചെല്ലുമ്പോ നിന്നെ എതിരേൽക്കാൻ ഒരു കൂട്ടം പൂവാല പ്രേതന്മാരുണ്ട്. ദൈവജനത്തെ എതിരേൽക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നത് പോലെ ഭൂപാല പ്രേതന്മാരെ ഉണർത്തി സകല ഭൂരാജാക്കന്മാരും നിന്റെ വരവെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കും. ഇന്ന് നീ ചെല്ലുമ്പോ ആരും എഴുന്നേറ്റില്ലെങ്കിലും പേടിക്കുകയൊന്നും വേണ്ട. നരകത്തിൽ ചെല്ലുമ്പോ നെപ്പോളിയനും പിന്നെ അലക്സാണ്ടർ ചക്രവർത്തിയും എന്നുവേണ്ട ഹിറ്റ്ലർ എന്നുവേണ്ട മഹാരഥന്മാരൊക്കെ നിന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കും. വായിച്ചു. എഴുന്നേറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് നിൽക്കും. അവരൊക്കെ നിന്നോട് നീയും ഞങ്ങളെ പോലെ ബലഹീനനെയോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയാമോ? നീയും ഞങ്ങളെ പോലെ ബലഹീനൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നരകത്തിലേക്കുള്ള യാത്രയാകരുത് ഇന്ന് രാത്രി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളെ അവിടെ എതിരേൽക്കാൻ ഭൂപാല പ്രേതന്മാർ കണ്ടിരിക്കുക, ഭൂരാജാക്കന്മാരുണ്ടായിരിക്കാം. പക്ഷേ അവിടെ അവര് ചോദിക്കുന്നൊരു ചോദ്യം, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? ഇനി നിർത്തണേ. അവിടെ ചെല്ലുമ്പോഴേ, ഈ നരകത്തിൽ ചെല്ലുമ്പോ ഈ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഉറക്കക്കാർ കുറേ പേരുണ്ട്. എത്ര ഉറങ്ങിയാലും മതി വരാത്ത കുറെ പുള്ളികളുണ്ട് അല്ലേ? അവർ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാലും ഒരു പ്രാവശ്യം അയൽവക്കക്കാരനായ ഒരാള് ഒരു ആരാധനയ്ക്കെതിരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതിപ്പെട്ടു. ഈ മൈക്കിന്റെ എല്ലാം കൂടെ ബഹളം കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യമാണ്, എങ്കിലും ഒന്നും പറഞ്ഞു വിട്ടേക്കാം. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പോലീസുകാരൻ കേസ് അന്വേഷിക്കുന്നതിനായി കടന്നു വന്നപ്പോ ഇതുപോലൊരു പ്രാർത്ഥന നടക്കുക. എന്നെ പോലൊരു പാവം പിടിച്ച ഉപദേശി ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുക.
ആ പ്രസംഗത്തിന്റെ ഇടയിൽ, ഈ മൈക്കിന്റെ കോലാഹലത്തിന്റെ ഒക്കെ ഇടയിൽ കുറേ പേര് ഇങ്ങനെ ഉറങ്ങി തൂങ്ങുക. അവര് മതിയെന്ന് എത്രയോ പ്രാവശ്യം ഈ പാസ്റ്റോട് പറഞ്ഞിട്ടും അങ്ങനെ കേൾക്കുന്നത് പോലുമില്ല. അത് കേൾക്കാതെ നിന്ന് പ്രസംഗിക്കുക. അപ്പൊ പരാതി കൊടുത്ത ആളെ ഇനി അടുത്ത് പിടിച്ചിട്ട് പോലീസുകാരൻ പറഞ്ഞിടൂ, താൻ തന്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്, ഈ പന്തലിന്റെ അകത്തിരിക്കുന്നവർ, ഈ ബഹളത്തിന്റെ മുൻപിലിരിക്കുന്നവർ നല്ല ഉറക്കം പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഇന്ന് രാത്രി അയൽവക്കക്കാരോട് പറയാം, നിങ്ങൾക്ക് വീടിന്റെ അകത്ത് സമാധാനം കിട്ടാതെ ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ ഇങ്ങുപോലെ ഇവിടെ ഇരുന്ന് സുഖകരമായി ഉറങ്ങാം. അങ്ങനെ നരകത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ നമുക്ക് കിടക്കാം, അവിടെ കിടന്നുറങ്ങാം. പുതയ്ക്കാൻ പുതപ്പുണ്ട്, അടിയിൽ നല്ല മെത്തയുണ്ട്. എങ്ങനെയുള്ളതാണ്? ഒന്ന് വായിച്ചേ സോളമ, വായിച്ചേ. നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ നിരീക്ഷിച്ചിരിക്കുന്നു. നമ്മളവിടെ ചെല്ലുമ്പോഴേ ചെല്ലുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഇതുണ്ട്, കീഴെ. അപ്പം നമ്മളിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് കീഴെ പുഴുക്കളെ വിരിച്ചൊരു ഡെവലപ്പൻ മെത്ത? വേണോ അച്ഛാ? വേണ്ട അച്ഛന്, വേണ്ടേ വേണ്ട, എനിക്ക് ഒട്ടും വേണ്ട. അപ്പോ താഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. പിന്നെ പുതയ്ക്കാൻ പുതപ്പെങ്ങനെ? കൃമികൾ നിനക്ക് പുതപ്പായി. കൃമികൾ. അപ്പൊ പുഴുവും കൃമി വേണോടോ കുഞ്ഞെ? നിനക്ക് വേണോ ഇത് പുതയ്ക്കാനേ? പുതപ്പിന് പകരം കൃമികളെ കൊണ്ടും പുഴുക്കളെ കൊണ്ടുമുള്ള നല്ല ബെഡ് വേണോ? വേണോ? പച്ച ഷർട്ടുകാരന് ചായ വേണോ? വേണ്ട. അങ്ങനെ വേണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സകല മദ്യപാനം ഉപേക്ഷിച്ച് ഇന്ന് രാത്രിയിൽ ഈ മാർഗത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോ നരകത്തിന്റെ അനുഭവം അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ അനുഭവം എന്തായിരിക്കും? നേരെ വിപരീതമാകട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് നീതി, സന്തോഷം, സമാധാനം. ഇന്ന് രാത്രിയിൽ ലോകത്തിൽ നിനക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. സ്വർഗരാജ്യത്തിൽ നീതിയോടെ രാജ്യം ഭരിക്കുന്ന ഒരു നല്ല രാജാവിനെയാണ് ഞാൻ ഇവിടെ ഉയർത്തുന്നത്. ഇവിടെ സന്തോഷം നീ കണ്ടില്ല എങ്കിൽ ഇന്ന് രാത്രി നിരാശപ്പെടണ്ട. നിന്നെ സന്തോഷം ഉടിപ്പിക്കുവാൻ കഴിയുന്ന രാജാവ് ഇന്ന് രാത്രി ഇവിടെ ആഗതനായിട്ടുണ്ട്. ഇന്ന് രാത്രി സമാധാനമില്ലാതെയാണ് നിന്റെ ജീവിതമെങ്കിൽ നിന്റെ ജീവിതത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സുവിശേഷം കൊണ്ടുള്ള അടുത്ത നേട്ടം, മൂന്നാമത്തെ നേട്ടം, മരണം മാറിപ്പോവുക. ഇന്ന് രാത്രി അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താ മരണമെന്ന് പറയുന്നത്? മരണമെന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ശാരീരിക മരണത്തെക്കുറിച്ചല്ല. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു നിത്യമായ മരണമുണ്ട്. ഒരു നിത്യമായ മരണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പറയാം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു അനന്ത വിദൂരമല്ലാതെ ഈ ഭൂമിയിലേക്ക് ആഗതനാകുവാൻ പോകുകയാണ്. അന്ന് ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി കാത്തിരുന്ന സകല വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് കരേറി പോകും. ശേഷം ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച നടക്കും. 1000 ആണ്ട് വാഴ്ച, അതിനെയാണ് സഹസ്രാബ്ദ കാലഘട്ടം എന്ന് പറയുന്നത്. 1000 ആണ്ട് വാഴ്ച കാലത്തിന് ശേഷമായി ക്രിസ്തു വീണ്ടും ഒരു സിംഹാസനം വെക്കും. ആ സിംഹാസന നടയാണ് വെള്ള സിംഹാസന നടയെന്ന് പറയുന്നത്. അവിടെയാണ് ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, രാജരാജൻ മഷിക സിംഹാസനെ പുസ്തകമായി വരുമേ, രാജരാജൻ മഷിക സിംഹാസനെ പുസ്തകമായി വരുമേ. പോ രാജരാജൻ മഷിക സിംഹാസന രൂഢനായി പുസ്തകമായി വരും. അന്ന് ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന ഒരു സമയമുണ്ട്.
അതാണ് നിത്യമായ മരണം. ഇന്ന് രാത്രിയിൽ തീപ്പൊയ്കയിൽ വീഴുന്നതിന് മുൻപ്, ഈ രാത്രി വെള്ളസിംഹാസന നടയിൽ നീ വരുന്നതിന് മുൻപ് നിന്റെ ജീവൻ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇന്ന് രാത്രി നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അകത്ത് അത്താഴം കഴിക്കും. ഇന്ന് രാത്രി സ്നേഹിത, നിന്നെ എന്റെ യേശു മാടി വിളിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെടാൻ ഇന്ന് രാത്രി ഒരുക്കമാണെങ്കിൽ, ഇന്ന് രാത്രി എവിടെയും നീ ആയിക്കൊള്ളട്ടെ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രി യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി നിന്റെ പാപത്തിന് വിടുതൽ തരുവാൻ, നിന്റെ സകല ദുബരിക്കൂത്തുനിന്നും വിടുതൽ തരുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി നിന്റെ ചാരയുണ്ട്. ആരും നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണോ നിന്റെ പരാതി? നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നിന്നെ എല്ലാവരും തടഞ്ഞുവെന്നാണോ നിന്റെ പരാതി? എന്നാൽ നിന്നെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് രാത്രി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി പറയട്ടെ, ലോകത്തിലെ എല്ലാ സ്നേഹവും അറ്റുപോകും, എന്നാൽ അറ്റുപോകാത്ത ഒരു നല്ല സ്നേഹനിധി ഇന്ന് രാത്രി ഇവിടെ ആഗതനായിട്ടുണ്ട്. ആ യേശുവിനെ നിനക്ക് വേണമോ? ആ യേശുവിനെ നിനക്ക് വേണമോ? ഇതൊരു മതപരിവർത്തനമല്ല സ്നേഹിത. ഇന്ന് രാത്രി നിന്റെ മനസ്സിന്റെ അകത്തുണ്ടായ ഒരു പരിവർത്തനം ഉണ്ടായാൽ അതിൽ ഞങ്ങൾ ധന്യരാണ്. നിന്റെ കുടുംബം കലകക്കോട്ടയാൽ നിറയപ്പെട്ടതാണോ? അതിന്റെ അകത്തുനിന്ന് ഒരു മുക്തി നേടുവാൻ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ യേശുവിനായി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഞാൻ നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ഈ പോയിന്റുകളാണെങ്കിൽ അതിലൊന്നെങ്കിലും നീ ഇന്ന് രാത്രി ഏറ്റെടുക്കൂ. നിന്റെ സകല വിഷയത്തിനും പരിഹാരം തരുവാൻ കഴിയുന്ന ഒരുവനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഇരുക്കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായ ഒരു ക്രിസ്തുവിനെ ഇന്ന് രാത്രി നിങ്ങളൊന്ന് ദർശിക്കുമോ? ഇന്ന് രാത്രിയിൽ ആ ക്രൂശിതനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ഒന്ന് കടന്നു വരുമോ? നിങ്ങളുടെ ഏത് പാപങ്ങളാണെങ്കിലും ആ പാപത്തിന് ക്ഷമ തരുവാൻ ക്രൂശിൽ നിന്നൊഴുകുന്ന പാലൊഴുകുന്ന രക്തം മതിയായതാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കിയാട്ട് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ കരങ്ങളും ഇന്ന് രാത്രി ഉയരത്തിലേക്ക് ഉയരട്ടെ. ഇന്ന് രാത്രി ഏതെങ്കിലും രോഗങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവർ ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുവാൻ കഴിയുന്ന നസ്രയനായ യേശുവിന്റെ രക്തം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളെ ആമേൻ മുടിച്ചു കളയുന്ന, നിങ്ങളുടെ നന്മകളെ ഒതുക്കി കളയുന്ന പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി നിങ്ങളെ വലയം വെക്കുകയാണോ? ഇന്ന് രാത്രി അതിന്റെ കത്തുനിന്ന് വിടുതൽ തരുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുകയാണ്. ആരും മൗനമായി നിൽക്കാതെ ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് അല്പനിമിഷം ഇതുവരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നാം സുവിശേഷം കേൾക്കുകയായിരുന്നു. എന്നാൽ ഇനിയുള്ള നിമിഷങ്ങൾ നാം കേൾക്കുകയല്ല, നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന രാത്രിയായി മാറട്ടെ. അല്പനിമിഷം നിങ്ങളുടെ അതിരങ്ങളെ തുറന്നാട്ട് ഇന്ന് രാത്രി ഗോൽഗോത്തയുടെ നിറയിൽ കൂടെ വീണുമെഴുന്നേറ്റ് നടന്നു നീങ്ങുന്ന ആ നസ്രയനായ യേശുവിനെ ഇന്ന് രാത്രി ഹൃദയത്തിലൊന്ന് ധ്യാനിക്കാം. കോടതികളെല്ലാം പറഞ്ഞില്ല,
ഇവനിലൊരു കുറ്റവുമില്ല. എന്നാൽ ഇന്ന് രാത്രി അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി നിന്നെ വ്യാപരിക്കുന്ന ഏത് രോഗശക്തിയാകട്ടെ, ഇന്ന് രാത്രി അത് അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. നിന്റെ തലമുറകളെ ബന്ധിച്ചൊതുക്കുന്ന, അവന്റെ വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഏത് അന്ധകാര ശക്തിയാകട്ടെ, അത് ആഭിചാര ശക്തിയാകട്ടെ, അത് മന്ത്രവാദ ശക്തിയാകട്ടെ, അത് ശുദ്രപ്രയോഗ ശക്തിയാകട്ടെ, ഇന്ന് രാത്രി അതിനെ അഴിച്ചു മാറ്റുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രൂശിന്മേ ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ എന്റെ കാവുന്നു. പ്രാണനാഥൻ എൻ ഇത്രമാ സ്നേഹത്തെ എത്ര ഇത്രമാ സ്നേഹത്തെ എത്ര ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. രാത്രി എനിക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന്റെ വേളയിൽ നിനക്ക് വർദ്ധിച്ചു വരുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ വേണ്ട നിലയിൽ കുടുംബ ജീവിതത്തെ നയിക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. വേണ്ട നിലയിൽ ഒരു നല്ല ജീവിതം കെട്ടിയായിരിക്കാം. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം, നിന്റെ വിഷയത്തിന് പരിഹാരം നൽകുന്ന ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാനാണ്. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിൽക്കുന്ന